നമസ്കാരം. ഭക്തർ ന്യായമായി എന്താവശ്യപ്പെട്ടാലും നൽകുന്ന മഹോത്തര ലിംഗമുള്ള ക്ഷേത്രമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും വീരഭദ്രരുടെ അവതാര സ്ഥലവും ശ്രീമുരുകൻ ശ്രീപാർവതിക്ക് ജ്ഞാനം ഉപദേശിച്ചതുമായ ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு മരുവാർകുഴലി അമ്മ ഉടനുരെ സ്വർണ്ണപുരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ മയിലാടുതുറൈ ജില്ലയിൽ തരങ്കമ്പാടിക്കടുത്ത് ചെമ്പനാർകോവിൽ എന്ന ഇടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീപരമേശ്വരൻ സ്വർണ്ണപുരീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി, സുഗന്ധകുന്തളാംബികെ, മരുവാർകുഴലിയമ്മ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി സോമസ്കന്ദരാണ്. 16 വക സൗഭാഗ്യങ്ങൾ നൽകുന്ന ഇഷ്ടസിദ്ധി ലിംഗമാണ് ഇവിടത്തെ മൂലവർ. വീരഭദ്രരുടെ അവതാര സ്ഥലവും ശ്രീമുരുകൻ മാതാവിന് ജ്ഞാനോപദേശം ചെയ്ത സ്ഥലവുമാണ് ഇവിടം. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 177ാമത്തേതും തീവ്ര ശിവഭക്തരായിരുന്ന 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 42ാമത്തേതുമാണ് ഈ ക്ഷേത്രം. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധരും അപ്പർ സ്വാമികളും ഇവിടുത്തെ മൂലവർക്ക് പതികം പാടിയിട്ടുണ്ട്. ഇവിടെയുള്ള ഗർഭഗൃഹം പൊന്നിൽ നിർമ്മിച്ചതായതിനാലും ഭഗവാന്റെ നാമം സ്വർണ്ണപുരീശ്വരർ എന്നായതിനാലും സെമ്പിയൻ എന്ന ചോഴ ചക്രവർത്തി ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തതിനാലും ഈ പ്രദേശത്തിന് ചെമ്പനാർ കോവിൽ എന്ന നാമം വന്നിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ധ്യാനം പരിശീലിക്കുന്നത് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഉത്തമം. ലക്ഷ്മി ദേവി ഇവിടത്തെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനോട് ചേർന്നതിനാൽ ഇവിടം ലക്ഷ്മിപുരി എന്നും, ഇന്ദ്രൻ വൃത്രാസുരനെ വധിക്കാൻ ഇവിടെയുള്ള സൂര്യതീർത്ഥത്തിൽ നീരാടി ഭഗവാനെ പൂജിച്ച് വജ്രായുധം ലഭിച്ചതിനാൽ ഇവിടം ഇന്ദ്രപുരി എന്നും, ശ്രീമുരുകൻ ഇവിടെ മൂലവരെ പൂജിച്ച് താരകനെ വധിച്ചതിനാൽ ഇവിടം കന്ദപുരി എന്നും അറിയപ്പെടുന്നു. തിരുക്കുരക്കയിൽ ഭഗവാൻ മന്മഥനെ ഭസ്മമാക്കിയപ്പോൾ തന്റെ പതിയുടെ ജീവൻ തിരിച്ചു നൽകണമെന്ന് രതി ഭഗവാനോട് അപേക്ഷിച്ച സ്ഥലമാണിത്. കുബേരൻ ഇവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചാണ് തനിക്ക് നഷ്ടപ്പെട്ട ശംഖുനിധി പത്മനിധികളെ തിരിച്ചെടുത്തത്. ശിവഭഗവാനെ ക്ഷണിക്കാത്ത ദക്ഷയാഗത്തിൽ പങ്കെടുത്ത സൂര്യന്റെ പല്ലും കണ്ണുകളുടെ പ്രകാശവും നഷ്ടപ്പെട്ടു. സൂര്യൻ ഇവിടെ സൂര്യതീർത്ഥം സൃഷ്ടിച്ച് ഭഗവാനെ പൂജിച്ചാണ് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തത്. പ്രായശ്ചിത്തമായി ചിത്തിരമാസം 7 മുതൽ 18-ാം തീയതി വരെ സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങളാൽ മൂലവർക്ക് അർച്ചന ചെയ്യുന്നു. ആ ദിവസങ്ങളിൽ സൗരമഹോത്സവം എന്ന ഉത്സവം ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. ബ്രഹ്മദേവൻ, വസിഷ്ഠ മഹർഷി, അഗസ്ത്യർ, അഷ്ടദിക്പാലകർ എന്നിങ്ങനെയുള്ള ദിവ്യരും ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഇവിടെയുള്ള സൂര്യതീർത്ഥത്തിൽ നീരാടിയാൽ പാപങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ബ്രഹ്മദേവന്റെ മാനസപുത്രനായ ദക്ഷൻ തന്റെ മകൾ ദാക്ഷായണിയെ മനസ്സില്ലാ മനസ്സോടെ ശ്രീപരമേശ്വരന് വിവാഹം ചെയ്തു കൊടുത്തു. ദക്ഷൻ അഹന്തയാൽ താൻ നടത്താൻ പോകുന്ന യാഗത്തിന് ശിവഭഗവാനെ ക്ഷണിച്ചില്ല. അതിനാൽ തന്റെ പിതാവിനെ ഉപദേശിച്ച് നൽവഴിക്ക് കൊണ്ടുവരുവാൻ ശിവഭഗവാന്റെ എതിർപ്പിനെ മറികടന്ന് തിരുപ്പറിയലൂരിൽ ദക്ഷന്റെ യാഗശാലയിലേക്ക് ദാക്ഷായണി എത്തിയപ്പോൾ ദക്ഷൻ ശിവഭഗവാനെയും ദാക്ഷായണിയെയും നിന്ദിച്ചു. ദാക്ഷായണി കോപത്താൽ ദക്ഷന്റെ യാഗം നശിക്കട്ടെ എന്ന് ശപിച്ചതോടൊപ്പം ശിവഭഗവാനോട് ദക്ഷനെ ശിക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഭഗവാൻ വീരഭദ്രരായി അവതാരമെടുത്തു. വീരഭദ്രരും കാളിയും ചേർന്ന് ദക്ഷന്റെ യാഗം നശിപ്പിച്ച് ദക്ഷനെ തിരുപ്പറിയലൂരിൽ സംഹരിച്ചു. ഭർത്താവിനെ അനുസരിക്കാതെ ദക്ഷന്റെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു പോയതിനാൽ ശിവഭഗവാൻ ദാക്ഷായണിയെ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ആ സമയം ശ്രീമുരുകൻ ശിവരൂപത്തിൽ മാതാവിന് ജ്ഞാനം ഉപദേശിച്ച് തപം ചെയ്യാൻ നിർദ്ദേശിച്ചു. അതിനാൽ തന്നെ ശ്രീമുരുകൻ ഇവിടെ കയ്യിൽ രുദ്രാക്ഷമാലയോടെയാണ് ദർശനം തരുന്നത്. സ്വാമിമലയിൽ പിതാവിന് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച ശ്രീമുരുകൻ ഇവിടെ ചെമ്പനാർ കോവിലിൽ മാതാവിനും ജ്ഞാനം ഉപദേശിച്ചു. ശിവനിന്ദ ചെയ്ത ദക്ഷന്റെ പുത്രി എന്നതിനാലും പതിക്ക് ഹിതകരമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചതിനാലും പാപം നീങ്ങാൻ ദാക്ഷായണി ഇവിടെ പഞ്ചാഗ്നി മധ്യത്തിൽ കടും തപസ് അനുഷ്ഠിച്ചു. ശിവഭഗവാൻ ദാക്ഷായണിയോട് ക്ഷമിച്ച് താൻ സ്വർണ്ണപുരീശ്വരരായി കുടികൊള്ളുന്ന ഇവിടെ തന്നോടൊപ്പം സുഗന്ധകുന്തളാംബികെ എന്ന നാമത്തിൽ കുടികൊള്ളാൻ നിർദ്ദേശിച്ചു എന്നാണ് കഥ. ആദ്യകാലങ്ങളിൽ ചെമ്പൊൻപള്ളി എന്നറിയപ്പെട്ടിരുന്നതും 2000-ലധികം വർഷം പഴക്കം തോന്നിക്കുന്നതും രാജഗോപുരമില്ലാതെ പ്രവേശന കവാടത്തോടെ കാണപ്പെടുന്ന അതിപുരാതനമായ ചെമ്പനാർ സ്വർണ്ണപുരീശ്വരർ കോവിൽ കോച്ചങ്കൻ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായി കരുതപ്പെടുന്നു. പ്രവേശന കവാടം കഴിഞ്ഞ് അകത്തെത്തിയാൽ ചെറിയൊരു നന്ദിമണ്ഡപം, ബലിപീഠം, കൊടിമരം ദർശിച്ച് അകത്തേക്ക് പ്രവേശിച്ചാൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ സ്വർണ്ണപുരീശ്വരർ എന്ന നാമത്തിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. 2 വരികളിലായി 16 താമരയിതളുകൾ പോലെയുള്ള പീഠമാണ് ശിവലിംഗത്തിൻ്റെത്. 12 സൂര്യന്മാർ പ്രാർത്ഥിച്ച ഭഗവാനാണിത്. സ്ത്രീകൾ സ്വർണം വാങ്ങിയാൽ സ്വർണ്ണപുരീശ്വരരുടെ പാദത്തിൽ പൂജിച്ച് തിരിച്ചു വാങ്ങുന്ന സമ്പ്രദായവും ഇവിടെയുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീണ്ടും സ്വർണം വാങ്ങാനാവും എന്നതാണ് വിശ്വാസം. ഇതൊരു നവഗ്രഹ ദോഷ പരിഹാര സ്ഥലമായും അറിയപ്പെടുന്നു. ദേവി ശ്രീപാർവതി ഇവിടെ മരുവാർകുഴലി, സുഗന്ധകുന്തളാംബികെ, സുഗന്ധവനനായകി, പുഷ്പപാലകി എന്നിങ്ങനെയുള്ള നാമങ്ങളിൽ
തെക്ക് ദർശനമായി തനിസന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തികളല്ലാതെ പ്രകാശവിനായകർ, വള്ളിദേവയാനി സമേത ശ്രീമുരുകൻ, നടരാജർ, സോമസ്കന്ദർ, ചന്ദ്രശേഖരർ, സൂര്യമഹാഗണപതി, സൂര്യലിംഗം, ചന്ദ്രലിംഗം, നാൽവർ, ശ്രീനിവാസ പെരുമാൾ, സപ്തമാതാക്കൾ, ദാക്ഷായണി, സൂര്യൻ, യോഗശാസ്ത, ഭിക്ഷാടനർ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, കച്ചിനാഥർ, വനദുർഗ, ഗജലക്ഷ്മി, ജ്യേഷ്ഠാദേവി, ദക്ഷിണാമൂർത്തി, ഇന്ദ്രഗണപതി, സ്വർണ്ണകാല ഭൈരവർ, ക്ഷേത്രകാല ഭൈരവർ, അർദ്ധനാരീശ്വരർ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളും കുലോത്തുംഗ ചോഴന്റെയും മന്ത്രിയുടെയും ശില്പങ്ങളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്നി വില്വം. ക്ഷേത്രതീർത്ഥം സൂര്യതീർത്ഥം കാവേരി. കാരണ ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വെള്ളിയാഴ്ചകൾ നാൽവർ ഗുരുപൂജ, ഐപ്പശി അന്നാഭിഷേകം, കാർത്തിക സോമവാരം, 108 ശംഖാഭിഷേകം, ശിവരാത്രി, തൃക്കാർത്തിക, വിനായക ചതുർത്ഥി, കന്ദഷഷ്ഠി, പ്രദോഷം, അമാവാസി എന്നിവയും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാസമയം രാവിലെ 7:30 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4:30 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 11 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മയിലാടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.